ജർമ്മനിയിൽ നിന്ന് സ്വന്തം വാഹനത്തിൽ ലോക സഞ്ചാരത്തിനിറങ്ങിയ രണ്ട് കുടുംബങ്ങളുടെ വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത്. മലകളും പുഴകളും ഒക്കെ താണ്ടിയുള്ള അവരുടെ യാത്ര ഇന്നിപ്പോ കാസർഗോഡേക്ക് എത്തി നിൽക്കുകയാണ്. ഒരേ നഗരത്തിൽ നിന്നാണെങ്കിലും ഇന്ത്യയിൽ വെച്ചാണ് ഈ രണ്ട് കുടുംബങ്ങളും കണ്ടുമുട്ടിയത് എന്നൊരു വ്യത്യസ്തത കൂടിയുണ്ട്. അതോടെ പിന്നീട് ഇവരുടെ യാത്രയും ഒരുമിച്ചായി. പിക്കപ്പ് വാനിന്റെ പിൻഭാഗം മോടി പിടിപ്പിച്ചാണ് തിമൂറിന്റെയും കുടുംബത്തിന്റെയും യാത്ര. 8 രാജ്യങ്ങൾ ചുറ്റിക്കണ്ടു. യാത്രകളിൽ ഉടനീളമുണ്ടായത് മികച്ച അനുഭവങ്ങളെന്ന് തിമൂർ സാക്ഷ്യപ്പെടുത്തുന്നു. We had to travel through Turkey, Iran and Pakistan, and so we got adapted to the different cultures. In India, it's quite diverse. There's multi-religious situation and a lot of cultures. We enjoy it. തിമൂറിന്റെ ജീവിത പങ്കാളിയായ അനികയ്ക്ക് കേരളം ഏറെ പ്രിയപ്പെട്ടതാണ്. മലയാള മണ്ണിനെ കുറിച്ച് ചോദിച്ചാൽ ഈ വിദേശ യുവതി വാചാലയാകും. They're really nice and they're interested in our journey and we talk to a lot of people here. We enjoy it. ജർമ്മനിയിലെ കൊളോണിൽ നിന്നാണ് കാരവാനുമായി കാർസ്റ്റന്റെ വരവ്. ലോകം ചുറ്റുന്നത് ഇത് 2ാം തവണ. ഈ വരവിൽ 19 രാജ്യങ്ങൾ പിന്നിട്ടു. യാത്രയുടെ തുടക്കത്തിൽ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. കേരളം കാരവാൻ ടൂറിസത്തിന് അനുയോജ്യമായ നാടാണെന്നാണ് കാർസ്റ്റന്റെ അഭിപ്രായം. It's developing, but I'm also thinking it's a very beginning and it would be beneficial a lot if we would find for the future maybe some more infrastructure. ഇവരുടെ ഊണുമുറക്കവുമെല്ലാം ഇതേ വാഹനങ്ങളിൽ തന്നെയാണ്. വൈദ്യുതി, വെള്ളം, ബയോ ടോയ്ലറ്റ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും വാഹനത്തിൽ സജ്ജം. വർക്കലയാണ് ഈ യാത്രാ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യസ്ഥാനം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗാണ് നമുക്കിപ്പോൾ ഉള്ളത്. സാരംഗ് ഭയങ്കര രസമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ജർമ്മനിയിൽ നിന്ന് സ്വന്തം വാഹനത്തിൽ ലോക സഞ്ചാരത്തിലേക്ക് ഇറങ്ങുക, അതും കാസർഗോഡേക്ക് വരിക, അത് രണ്ട് കുടുംബങ്ങൾ, പിന്നീട് അവരുടെ കൂട്ടിമുട്ടലുകൾ, കാഴ്ചകൾ, അവരുടെ വിശേഷങ്ങളൊക്കെ ഭയങ്കര രസമുണ്ട്. അപ്പം കൂടുതൽ ഇവരെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. പറയൂ സാരംഗ്, എന്തൊക്കെയാണ് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ്. നമ്മൾക്കൊക്കെ യാത്ര പോകാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല ഇഷ്ടമായിരിക്കും യാത്രകളൊക്കെ പോകാനായിട്ട്. എന്നാൽ ചെറിയ യാത്രകൾ പോകുന്നവർക്കൊക്കെ പ്രചോദനമാകുന്ന വലിയ ഒരു കൂട്ടം ആളുകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ചാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ പറഞ്ഞു വയ്ക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യാത്രയോടൊപ്പം തന്നെ അവരുടെ വീട് കൂടി കൊണ്ടുപോവുകയാണ്. അവർ ആ യാത്രയിൽ ഒരു കാരവാൻ സംഘടിപ്പിക്കുന്നു. കാരവാനകത്ത് ഒരു വീടിൻ്റെ മുഴുവൻ സൗകര്യങ്ങൾ അവർ ഒരുക്കി വയ്ക്കുന്നുണ്ട്. നമ്മൾ ആ വീടിനകത്ത് കയറി, കാരവാനകത്ത് പരിമിതമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു വീടിനകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളും അതിനകത്തുണ്ട്. അതിനകത്ത് ടോയ്ലറ്റ് ഉണ്ട്, ബെഡ്റൂം ഉണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു ചെറിയ ഷോക്കേസ് ഉണ്ട്, പുസ്തകം വായിക്കാനുള്ള പ്രത്യേക ഇടമുണ്ട്. കൃത്യമായിട്ട് നമ്മൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒരു ഹോം സിക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും അത്തരത്തിൽ ആ ഒരു സാധനം തോന്നാത്ത രീതിയിൽ തന്നെ എവിടെയും എങ്ങനെയും യാത്ര ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു സാധനം കൂടെ ഈ ഒരു ടൂറിസം പദ്ധതിക്ക് പിറകിലുണ്ട്. ഇവരാരും ചില്ലറക്കാരല്ല. നമ്മൾ ഈ സ്റ്റോറി ചെയ്യാനായിട്ട് അവരെ സമീപിക്കുന്ന സമയത്ത്, അവർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ ഇൻസ്റ്റഗ്രാം പേജുകളും അതുപോലെ തന്നെ വെബ്സൈറ്റുകളൊക്കെ കാണിച്ചിരുന്നുണ്ട്. ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഹൈ ക്യാമ്പസ് പോലുള്ള വലിയ വലിയ കൂട്ടായ്മകളുടെ അംഗങ്ങളാണ് ഇവരൊക്കെ. അവർ നമ്മളോട് പറയുന്നത് നിങ്ങളും ഈ കൂട്ടായ്മയുടെ ഭാഗമാവണം, എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഇതുപോലുള്ള ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടുകളെക്കുറിച്ച്, ആളുകൾക്ക് അങ്ങനെ കൂടുതലൊന്നും പറയാത്ത, ടൂറിസ്റ്റുകൾ അങ്ങനെ കടന്നു വരാത്ത ഇടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുള്ളൂ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഫീഡ്ബാക്കുകൾ തരണം, വിവരങ്ങൾ തരണം എന്നാണ് അവർ അഭ്യർത്ഥിക്കുന്നത്. മാത്രമല്ല, കേരള സർക്കാർ ഇത്തരത്തിൽ ഒരു കാരവാൻ ടൂറിസം മുന്നോട്ടേക്ക് വയ്ക്കുന്ന നിർദ്ദിഷ്ട പദ്ധതിയുള്ള കാസർഗോഡ് ബേക്കൽ പള്ളിക്കരയിലെ റെഡ് മൂൺ ബീച്ചിന് സമീപമുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഇവർ ക്യാമ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇനി അങ്ങനെയുള്ള ആദ്യഘട്ടത്തിൽ കേരള സർക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തര ടൂറിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ്. എന്നാൽ ഈ ടൂറിസ്റ്റുകൾക്ക് പറഞ്ഞു വെക്കാനുള്ളത് വിദേശ ടൂറിസ്റ്റുകൾക്ക് കൂടി ഇത്തരത്തിൽ ക്യാമ്പ് ചെയ്യാനും. ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരട്ടെ. പിന്നെ എന്താ വെച്ചാൽ അവരുടെ വാക്കുകൾ നമ്മുടെ നാടിനെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം. കാരണം അന്യദേശത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആളുകൾക്ക് നമ്മുടെ നാടിനോട് ഇത്രയും സ്നേഹമാണ്, ഇവിടെ വരാൻ ഇഷ്ടമാണ്, ഇവിടെ ജീവിക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ കേൾക്കുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്.